ഈ കാണുന്നത് എന്താണെന്നറിയാമോ? അമർനാഥ് ഗുഹയുടെ തൊട്ട് മുകളിൽ കാണുന്ന നന്ദി ഭഗവാനാണ് കേട്ടോ. നന്ദി ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഈ കല്ല്. ഹനുമാൻ സ്വാമി, ശിവൻ, പാർവതി, ഗണപതി, ശേഷ്നാഗ്. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കണ്ടോളൂ. കുറച്ച് ദിവസമായി അമർനാഥിലെ യാത്ര തടസ്സപ്പെട്ടിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ അമർനാഥ് എങ്ങനെയുണ്ട് ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അമർനാഥിലെ ഈ മണികൾ ഇപ്പോൾ മന്ത്രിക്കുന്നില്ല. പടിക്കെട്ടുകളെല്ലാം വിജനമാണ്. തീർത്ഥാടകരെ കാത്ത് വിജനമായി കിടക്കുന്ന വഴിവീഥികൾ. കാരണം 3-4 ദിവസമായി തോരാതെ പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് ഇവിടേക്കുള്ള യാത്ര ഗവൺമെൻറ് നിർത്തിവച്ചിരിക്കുകയാണ്. ഒരു സമയത്ത് ഇവിടെയെല്ലാം ജനസാന്ദ്രമായിരുന്ന സ്ഥലങ്ങളാണ് ഇന്ന് അവ വിജനമായി കിടക്കുന്നു. ഹർ ഹർ മഹാദേവ്, ഭം ഭം ഭോലെ എന്ന മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ടുവന്ന സ്ഥലങ്ങളാണ് ഇന്നിവിടെ വിജനമായി നിശബ്ദമായിരിക്കും. അമർനാഥിലേക്കുള്ള യാത്രയുടെ ഒരു പ്രധാന ഘടകമാണ് ഇവിടുത്തെ കാലാവസ്ഥ. കാശ്മീരിലുണ്ടായ മിന്നൽ പ്രളയം യാത്രയെ നല്ല പൂർണ്ണമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ജൂലൈ 3 മുതൽ യാത്ര തുടങ്ങിയതിനു ശേഷം ഇന്നേക്ക് വരെ ഏകദേശം 3,35,000 തീർത്ഥാടകരാണ് ഇവിടെ ദർശനം ചെയ്യേണ്ടായത്. കാലാവസ്ഥ മുന്നറിയിപ്പിനെ മാനിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇവിടേക്കുള്ള ദർശനം പൂർണ്ണമാകും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി നമുക്ക് കാത്തിരിക്കാം. ഒരു സന്തോഷ വാർത്തയാണ്. അമർനാഥിലെ യാത്ര കുറച്ചുനാൾ തടസ്സപ്പെട്ടതിന് ശേഷം ഇപ്പോൾ യാത്ര പൂർണ്ണമായിട്ടും തുടർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം വലിയ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ കാണുന്നത് പോലെ കുറച്ച് മൂടൽമഞ്ഞും തണുപ്പുമായിട്ട് നല്ല രീതിയിലുള്ള കാലാവസ്ഥയാണ്. ഇപ്പം അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ദർശനം നടത്താനായിട്ട്. ഏകദേശം കണക്കനുസരിച്ച് 3.5 ലക്ഷം തീർത്ഥാടകരാണ് ഇപ്പോൾ തന്നെ ഇവിടെ ദർശനം നടത്തിയിരിക്കുന്നത്. ഇത് വലിയൊരു റെക്കോർഡാണ്. കാരണം ഇനിയും വരുന്ന ദിവസങ്ങളിൽ യാത്ര തുടരുന്നതാണ്. കൂടാതെ അടുത്ത മാസം 28-ാം തീയതിയാണ് ഇവിടുത്തെ നട അടയ്ക്കുന്നത്. ഓഗസ്റ്റ് 28-ാം തീയതി ഇവിടെ നട അടയ്ക്കുമ്പോൾ 28-ാം തീയതിയാണ് ശിവന്റെയും പാർവതിയുടെയും കല്യാണത്തോടു കൂടിയാണ് ഇവിടുത്തെ നട അടയ്ക്കുന്നത് തന്നെ. കേരളത്തിൽ നിന്നും വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടേക്ക് ദർശനം നടത്താനായി വരാറുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ യാത്രയെക്കുറിച്ച് അധികം ആർക്കും അറിയത്തില്ല എന്നതാണ് വാസ്തവം. ഇവിടെ ഇതിനെ പാൽക്കി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ശബരിമലയിൽ ഇതിനെ ടോളി എന്നറിയപ്പെടുന്നു. ഇത് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൽ കയറി ഇവിടേക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഇതുകൂടാണ്ട് ഇവിടേക്ക് കുതിരയിലേക്കും വരാവുന്നതാണ്. അമർനാഥ് എന്ന പുണ്യഭൂമിയെക്കുറിച്ചുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. കാണാത്തവർ കാണാവുന്നതാണ്. ഇത് ഗുഹയുടെ തൊട്ടടുത്തതായി കാണുന്ന 2 മലയുണ്ട്. ഈ ചെറുത് ഇത് ശിവനും പാർവതിയും എന്നായത് ഐതിഹ്യം. ഓക്കെ, ഇത് ഗണപതി എന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കട്ടെ, ഞാനത് കിട്ടുമെന്ന് നോക്കട്ടെ. ഇത് ശിവന്റെ കഴുത്തിൽ പാമ്പ് കിടക്കുന്നതിൻ്റെ ആ ഷേപ്പിലാണ് ഇങ്ങനെ കുറേ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് അമർനാഥ്. ഈ കാണുന്നതാണ് നന്ദി ഭഗവാന്റെ ശിലയാണിത്. അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് അമർനാഥ്. ഇവിടേക്ക് ദർശനത്തിനായി വരുന്നവർക്ക് ഈ കാഴ്ചകൾ കാണാവുന്നതാണ്. ഈ ആടുകളെ ഇവിടെ കുറേയായി കാണപ്പെടുന്നു. പക്ഷേ ഈ ആടുകളുടെ തീറ്റ എന്താണെന്നറിയാമോ? ഉപ്പാണ്. ഉപ്പിട്ട് ഒടുവെടുത്താൽ എവിടെ നിന്നായാലും ആശാന്മാർ ഓടിയെത്തുന്നതാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എനിക്ക് കമൻസായി അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.